ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തേക്കാൾ പ്രതിപക്ഷ മുന്നണിയുടെ വിജയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കോൺഗ്രസ്. മറ്റു പാർട്ടികളുമായുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പാർട്ടിക്ക് വിജയസാധ്യത കൂടുതലുള്ള സീറ്റുകൾ ഉറപ്പിക്കുന്നതിൽ തന്ത്രപരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നേതൃത്വം. സംസ്ഥാന തലത്തിൽ പാർട്ടി നേതാക്കളുമായി വിപുലമായ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും ദേശീയ സഖ്യ സമിതിയുമായുള്ള സമഗ്രമായ ചർച്ചയാണ് സീറ്റുകൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് നയിച്ചതെന്നും നേതാക്കൾ പറയുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷികളുമായി സീറ്റുകളുടെ കാര്യത്തിലെ വിലപേശലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രധാനപ്പെട്ട ചുമതല. വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി ലക്ഷ്യമിടുന്ന സീറ്റുകളുടെ ഏകദേശം എണ്ണം സംബന്ധിച്ച റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ അമേഠി, റായ്ബറേലി, ഷാജഹാൻപൂർ, മഹാരാജ്ഗഞ്ച്, ഫറൂഖാബാദ്, കൃഷിനഗർ, വാരണാസി എന്നിവയുൾപ്പെടെ 10 സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ബീഹാറിൽ സസാരം, കതിഹാർ, കിഷൻഗഞ്ച്, ഔറംഗാബാദ്, മോത്തിഹാരി, ദർഭംഗ എന്നിവയുൾപ്പെടെ 9 സീറ്റുകളും കോൺഗ്രസ് ചോദിക്കുന്നു. ഹസാരിബാഗ്, റാഞ്ചി, ധൻബാദ്, ഗുന്തി, ജംഷഡ്പൂർ, ഛത്ര, പലാമു എന്നിവയുൾപ്പെടെ 9 സീറ്റുകളാണ് ജാർഖണ്ഡിൽ നോക്കുന്നതെങ്കിൽ പശ്ചിമ ബംഗാളിൽ ജംഗിപൂരും ബഹരംപൂരും ഉൾപ്പെടെ 6 സീറ്റുകളാണ് ലക്ഷ്യം. പഞ്ചാബിൽ 2019 തെരഞ്ഞെടുപ്പിൽ നേടിയ എല്ലാ സീറ്റുകളും ഇത്തവണയും വേണമെന്നും പാർട്ടി സഖ്യകക്ഷികളോട് ആവശ്യപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 20 മുകളിലും ദില്ലിയിൽ AAP സഖ്യത്തിൽ 3-ലേറെ സീറ്റുകളും കോൺഗ്രസ് ചോദിക്കുന്നു. പാർട്ടി രൂപീകരിച്ച നാഷണൽ അലയൻസ് കമ്മിറ്റി ആദ്യം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അംഗീകാരം ലഭിച്ചാൽ പാർട്ടി സഖ്യ പങ്കാളികളുമായി ചർച്ച നടത്തുമെന്നും വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ജനുവരി ആദ്യവാരം കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷികളുമായും ചർച്ച നടത്തിയേക്കാം. നേരത്തെ ഡിസംബർ 19 കോൺഗ്രസ് 5 അംഗ നാഷണൽ അലയൻസ് കമ്മിറ്റി രൂപീകരിച്ചത്. മുതിർന്ന നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഗേൽ, സൽമാൻ ഖുർഷിദ്, മോഹൻ പ്രകാശ് എന്നിവർ അംഗങ്ങളായുള്ള സമിതിയുടെ കൺവീനർ മുകുൾ വാസ്നിക്കാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തുവരവെ പ്രമുഖ നേതാക്കൾ എവിടെ മത്സരിക്കുമെന്ന ചർച്ചകൾ സജീവമാവുകയാണ്. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിൽ മത്സരിക്കുമോ അതോ വയനാട്ടിൽ മാത്രമാകുമോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ശിവസേന നേതാക്കളായ പ്രിയങ്ക ചതുർവേദി, സഞ്ജയ് റാവത്ത് എന്നിവർ പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വാരണാസിയിൽ പ്രിയങ്കയ്ക്ക് വിജയം ഉറപ്പാണെന്നും മോദി പരാജയപ്പെടുമെന്നുമാണ് അവർ പറയുന്നത്. എന്നാൽ എന്താണ് ശിവസേന നേതാക്കൾക്ക് പ്രിയങ്കയെ വാരണാസിയിൽ മത്സരിപ്പിക്കാൻ തിടുക്കമെന്ന ചോദ്യവും ബാക്കിയാണ്.